സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ബിഗ് ബോസ് തിരിച്ചു വന്നിരിക്കുന്നത് ഞാൻ ഒരു വർഷമായിട്ട് കരോട്ടെ ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. പകരം നമ്മുടെ രേണുസുതി പോയിട്ടുണ്ട്. പിന്നെ എന്താ വേണം? ഫയറാടാ, താഴില്ലടാ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് എടുത്ത ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്, ഇൻസ്റ്റ എടുത്ത ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്, TV തുറന്ന ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് മതി. ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് പേര് യൂട്യൂബിൽ നിന്ന് കമന്റ് ഇട്ടേക്കുന്നത് കണ്ട്, ചേട്ടാ ബിഗ് ബോസിന്റെ വീഡിയോ ഇടുവോ പ്ലീസ്? വൈ നോട്ട്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. വീഡിയോയിലോട്ട് പോകാം. ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ. 10K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. ചെയ്തേരെ, ബെല്ലു എനേബിൾ ചെയ്തിട്ടേരെ വീഡിയോയിലോട്ട് പോകാം. അതെ, ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ നമ്മൾ മിസ് ചെയ്തത് രേണുസുതി അല്ലല്ല, രേണുസുതിയുടെ മണ്ടത്തരങ്ങൾ. ഇനി ബിഗ് ബോസ് വീട്ടിൽ ഒരു ദിവസം കൊണ്ട് രേണുസുതി എന്തൊക്കെ കാണിച്ചു വെച്ച് നോക്കാം. നല്ല റൊമാൻറ്റിക്, നല്ല സിനിമാറ്റിക്. ഇതാരെ പൊളിക്ക് ചങ്കുകളെ റീലിൽ കൂടെ എൻട്രി കൊടുത്ത് രേണുസുതി ബിഗ് ബോസ് കയറാൻ പോകുന്നു അറിയാൻ കഴിഞ്ഞ് വലിയ സന്തോഷം. അപ്പം എൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ കൊണ്ടുവന്ന ഒരു ആക്ട്രസ് ബിഗ് ബോസ് കയറുമ്പോൾ ഇതിനപ്പുറം വേറെ സന്തോഷമില്ല ചെങ്കുകളെ. അവിടെ അവൾ പൊരുതി നിൽക്കട്ടെ. പുറത്തുള്ള ആൾക്കാരെല്ലാം രേണു ഉള്ളിൽ, ആ രേണു ശ്രദ്ധിക്കണം. പുറത്ത് ആരെങ്കിലും രേണു എതിരെ പറഞ്ഞാൽ തിരിച്ചു പറയുന്ന രേണു ആയി മാറാൻ അവിടെ ഫെയിൽ ആയി. രേണുസുതിക്ക് പിന്നെ എന്തോ വേണം? ഇത്തോറ് ഏട്ടായിമാരാ വെളിയില്. എന്തായാലും രേണുസുതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ 100,000 ഏട്ടായിമാര് വെളിയിലുണ്ട്. അതുകൊണ്ട് രേണുസുതി കളിക്കുക. 100 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം കപ്പും കൊണ്ടാന്ന്, ചായക്കപ്പും കൊണ്ടാന്ന് ഇറങ്ങുന്നതെന്ന്. ഓ രേണുസുതി ഓൺ ഫയർ. ഇന്നലെ കണ്ടന്റിന് വേണ്ടി ഞാനും വരുന്ന ബിഗ് ബോസ് കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടായെന്ന് പറയുമ്പോൾ ഒരു തലവേദനയുടെ പേരിൽ അവിടെ ഇന്നലെ ഒരു കലഹം ഉണ്ടായത്. ഇന്നലെ രേണുസുതിക്ക് തലവേദനയെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കൂർക്കം വലിച്ചെന്നോ അത് കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാ രേണുസുതി അവിടെ ഇളക്കി മറിച്ചേ. എന്തായാലും തുടക്കത്തിലെ രേണുസുതി ഓൺ ഫയർ ആയിരുന്നു. എലിമിനേഷനിൽ വരുന്നതിന് മുമ്പ് വരെ രേണുസുതി പറഞ്ഞായിരുന്നു ഞാൻ പിറ്റേ ദിവസം തൊട്ടേ തുടങ്ങത്തുള്ളൂ, ഞാൻ ആദ്യമേ വഴക്കിലൊന്നും പോകത്തില്ലെന്ന്. പക്ഷേ എലിമിനേഷനിൽ പുള്ളിക്കാരി വന്നതിൽ പിന്നെ പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാ. കണ്ടു തന്നെ അറിയാം ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നെന്ന്. എൻ്റെ പൊന്നോ. ഓക്കെ, അടുത്ത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനീഷ് ടി എ. മറ്റുള്ളവരുടെ മുന്നിൽ തല ഈ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പറയാം. നിൽക്കേ കുനിച്ചുകൊണ്ട് ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും ഈ പുള്ളിക്കാരനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ സീസണിലെ എന്ത് വരുന്നില്ല അങ്ങാരുടെ പേര്, അത് തന്നെ നമ്മുടെ ഉണ്ട രതീഷിന്റെ ജൂനിയറായിട്ടാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത്. ഭയങ്കര സ്ക്രിപ്റ്റ് ഒക്കെ മെനഞ്ഞ് വന്ന ദിവസം തന്നെ അങ്ങ് ആളായിക്കൊണ്ടിരിക്കുക. ഇതിനപ്പുറം ആള് കളിച്ചതായിരുന്നു രതീഷേട്ട. ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായത് അങ്ങാര. പക്ഷെ ഈ പുള്ളിക്കാരൻ ആദ്യത്തെ ആഴ്ച ഔട്ട് ആവത്തില്ല കേട്ടോ. കാരണം പുള്ളിക്കാരനെ ക്യാപ്റ്റൻ ആക്കി പിടിച്ച് ബിഗ് ബോസിൽ ചെന്ന് വിവരക്കേട് കാണിക്കുക 15 പേരും, അതിന്റെ അപ്പുറത്ത് വിവരക്കേട് കാണിക്കുക ഇങ്ങാരും. പിന്നെ എന്തോ ഒരു ഷോയാ അങ്ങാരും അതിനകത്ത് കിടന്ന്. സ്ത്രീവിരുദ്ധനാന്നും പറഞ്ഞു കയറിപ്പോയ പുള്ളിക്കാരെ ഇപ്പൊ ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സപ്പോർട്ട്. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ഇന്നലെ ആണെങ്കിൽ ഷാനവാസ് ഷാജഹാൻ അങ്ങനെ കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരൻ മറ്റേ സീരിയലിലുള്ള ആ പുള്ളിക്കാരന് തലവേദനയാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ രേണുസുതിക്ക് തലവേദനയാന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് രേണുസുതിക്ക് ഭയങ്കര തലവേദനയുണ്ട്, ബിഗ് ബോസ് തല പൊട്ടിപ്പോവാന്നൊക്കെ ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഗുളിക കൊടുക്കണം, കഷ്ടമാണ്. കൊച്ചിന്റെ തലവേദനയാണ് ബിഗ് ബോസ്, കളിക്കാൻ പോലും പറ്റുന്നില്ല കൊച്ചിന്. അപ്പൊ എന്തായാലും ചേട്ടാ എനിക്ക് തലവേദന എടുക്കുന്നു കേട്ടോ. നീ അവിടെ കാണാൻ പോയി കാണാടാ പോടാ. എമ്പുരാൻ എന്ന സിനിമയിലെ എമ്പുരാനെ ആ ഒരു BGM ഒക്കെ ഇട്ട് അങ്ങനെ മാസായിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ പോവാൻ ചേട്ടാ. ചേട്ടാ ഒരാഴ്ച വെയിറ്റ് ചെയ്യുക. ക്യാപ്റ്റൻസി ഇറങ്ങി ഉടനെ ആൾക്കാർ എന്നെ ചേട്ടനെ ചവിട്ടി പുറത്താക്കിക്കോളും. കഴിഞ്ഞ സീസണിൽ ഒരാൾ ക്യാമറ സ്പേസിന് വേണ്ടി കുറെ കിടന്ന് അലഞ്ഞത്. ആദ്യത്തെ ആഴ്ച തന്നെ പുള്ളിക്കാരൻ പുറത്തും പോയി. എനിക്ക് ഉറപ്പായി ഈ ആഴ്ച ഇങ്ങനെ ക്യാപ്റ്റൻ ആയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ എന്നെ പുറത്തു പോയേനെ. അല്ല അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? അവിടെ സുധിച്ചേട്ടന്റെ പേര് പറയേണ്ട ആവശ്യം എന്തുവായിരുന്നു? അവിടെ പോയി സെന്റിമെന്റ്സിന്റെ കാർഡ് അങ്ങ് ഇറക്കി ചേച്ചി. ഇനിയിപ്പോ സെന്റിമെന്റ്സിന്റെ ആ കാർഡ് ഇറക്കി ഒറ്റ കാരണത്താൽ ചേച്ചിയുടെ തല ആരും കയറാൻ പോത്തില്ല. ഇനിയിപ്പോ ചേച്ചി 100 ദിവസം അവിടെ നിന്ന് സേഫ് ഗെയിം കളിച്ച് കപ്പടിക്കും. വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ അന്നേ പറഞ്ഞ ഇവനെ അവിടെ കാണും കൊണ്ടുപോവാൻ. ഇതിപ്പോ അസുഖം കൂടിയില്ല, ഇനിയിപ്പോ ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് പോക്കറ്റ് കാലിയാകാതെ സുന്ദരനും സുന്ദരിയാകാനായിട്ട് തൈമ റെന്റൽ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി. ഈ വീഡിയോ കണ്ട ആരും ആ കടയുടെ 10 കിലോമീറ്റർ പരിസരത്ത് പോലും വരത്തില്ല. എങ്ങനെ വരാൻ? ഇപ്പൊ തിന്നൂന്നും പറഞ്ഞില്ല അവൻ നിക്കുന്നേ. ഓക്കെ, അപ്പൊ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് നോക്കുവാണെങ്കിൽ ഷാനവാസ്. ഈ പുള്ളിക്കാരൻ നമുക്ക് വേണമെങ്കിൽ ജിൻഡായിട്ട് ഉപമിക്കാം. ഈ പുള്ളിക്കാരൻ സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ബോഡി ബിൽഡറൊക്കെയാ. പുള്ളിക്കാരൻ വലിയ അത്യാവശ്യം നമുക്ക് പറയാനായിട്ടൊന്നും ഇല്ല, ഒരു ആവറേജ് ലെവലായിട്ട് കളിച്ചു പോകും. ഓക്കെ, അപ്പൊ അടുത്ത അപ്പാനി ശരത്ത്. അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയും.
പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പം അത്യാവശ്യം നല്ലോണം തന്നെ ഈ ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം നല്ലോണമായിട്ട് കളിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ആവറേജ് അങ്ങനെ പറയാം. RJ ബിൻസി, ഈ പുള്ളിക്കാരി ഇനി ബിഗ് ബോസ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുള്ളിക്കാരി കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ബിഗ് ബോസിനകത്ത് ഞാൻ കണ്ടിട്ടില്ലേ പുള്ളിക്കാരിയെ. ഓക്കെ, ഇപ്പോൾ അടുത്തത് നമ്മുടെ സ്വന്തം ശാരിക ചേച്ചി. അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ എരന്ന് അടി മേടിക്കാൻ നടക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മറ്റേ മമ്മൂനെ ഇന്റർവ്യൂ ചെയ്ത ചേച്ചിയുടെ എത്ര ഇരട്ടി വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ ഈ ചേച്ചി ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇവർ ഇന്റർവ്യൂന്ന് ഒരാളെ കാശ് കൊടുത്ത് വിളിച്ച് അവരുടെ ജീവിതത്തിൽ ഉള്ളിലേക്ക് തുരന്ന് അകത്തോട്ട് പോയി ആഴങ്ങളിൽ പോയി ഊക്ക് പഠിക്കാൻ വേണ്ടി ഈ ചേച്ചി നിൽക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് വന്നില്ല, ഇനിയിപ്പം നല്ല നല്ല കണ്ടന്റുകൾ കിട്ടിക്കോളും. ചേച്ചി കുറച്ച് വൈറലും ആവും, അവിടെ കിടന്ന് എയറിലും ആവും. അടുത്തത് നമ്മുടെ സ്വന്തം രേണുസുതി ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ പകുതി രേണുസുതിയായിരുന്നു. കിടിലെ ഫസ്റ്റ് ഫൈറ്റ് തുടങ്ങി വെച്ചത് നമ്മുടെ രേണുസുതിയാണ്. കഴിഞ്ഞ സീസണിലെ ജാസ്മിനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ രേണുസുതി ഉപമിക്കാം. കാരണം ഇന്നലെ അങ്ങ് അഭിനയിച്ച് തകർത്തില്ലയോ. ബിഗ് ബോസ് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചൊരു പെയിൻ കില്ലർ എനിക്ക് തന്നായിരുന്നെങ്കിൽ വലിയ ഉപകാരമായി ബിഗ് ബോസ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തലവേദന ഉള്ള ആളാണ് സോഫയുടെ മണ്ട ചാടിക്കിടന്ന് അടി കൂടുന്നേ? ഇവിടെ കിടന്ന് തലവേദന ഉണ്ടാക്കിയത് പോലെ ഇനി ബിഗ് ബോസിലും കൂടെ പോയിട്ടുണ്ട് തലവേദന ഉണ്ടാക്കാൻ. എൻ്റെ പൊന്നെ, ബിഗ് ബോസ് ഇനി എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇടിയാന്നോ കൊലയാന്നോ എല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. 100 ദിവസം ഉണ്ടല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ, 10K സബ്സ്ക്രൈബേഴ്സ് ആക്കിയേരെ. അടുത്ത വീഡിയോ കാണാം.